അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലി വസ്ഹബി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദു. നമ്മൾ ഇന്നലെ 43-ാം പേജിൽ ആണ് എത്തിയത്. അപ്പോൾ നമുക്ക് വസ്ന് ഇത്രയാണെന്ന് ഒരു കൃത്യം പറച്ചൽ നടക്കുകയില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ കയ്യിൽ മിക്കിയാൽ കിട്ടാത്ത ആൾക്ക് കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വസ്ന് പറഞ്ഞു തരികയാണ്. വഇന്നമായുദ്കറു ഫീഹ, ഇവകളിൽ ഈ മക്കായിലിൽ വസ്ന് പറയപ്പെടുന്നത് വഇന്നമായുദ്കറു ഫീഹൽ വസ്നു ലിൽ ഇസ്തിൽഹാരി വൽ ഇഹ്തിയാത്തി. ഇസ്തിൽഹാർ ഇഹ്തിയാത്ത് എന്ന സബീലിലാണ് പറയുന്നത് എന്നർത്ഥം. ഖാലൽ ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ് ഖാല സാഹിബു ശാമിൽ, ബഹുമാനപ്പെട്ട ഇബ്നു സബ്ബാഹ് റളിയല്ലാഹു അൻഹു, വഗൈറുഹു അൽ അസ്ലു ഫീഹി അൽ കൈലു. അത് മുദ്ദിനെ പറ്റി പറഞ്ഞതാണ്, അതിൽ കൈലാണ്. വഇന്നമാ ഖദ്ദറഹുൽ ഉലമാഉ ബിൽ വസ്നി ഇസ്തിൽഹാറൻ. പിന്നെ മുദ്ദിനെ അവർ വസ്ന് കൊണ്ട് കണക്കാക്കിയത് ഇസ്തിൽഹാറിന് വേണ്ടിയാകുന്നു, അസ്ല് കൈലാകുന്നു. അപ്പോൾ കൈലൻ ആയി വന്ന സാധനം കൊടുക്കാൻ പറഞ്ഞാൽ അത് കൈലൻ തന്നെയാണ് കൊടുക്കേണ്ടത്, അളന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. ഭാരം കൊണ്ട് കണക്കാക്കി തന്നതോ അത് ഇസ്തിൽഹാറിന് വേണ്ടിയാണ്. ഇസ്തിൽഹാറിൻ്റെ അർത്ഥം അതിൻ്റെ അടിയിലുണ്ട്. ഐ ഇസ്തിഫാഅൻ ലിജമീഇൽ മഖാദീരി ശർഇയ്യത്തിൽ വാജിബതി ഫീ ബാബി സക്കാത്തി. ബാബു സക്കാത്തിൽ വാജിബായ ശർഇയ്യായ മിഖ്ദാറുകൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിക്കുക എന്ന നിലയിലാണ് അവർ കണക്കാക്കിയത്. വേറെ കുറേ ഭാരങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഭാരം എത്രയാണെന്നും കൂടി വിശദീകരിച്ചാൽ ഒരു ഇസ്തിഫാ വന്നല്ലോ, പൂർത്തിയാക്കൽ വന്നല്ലോ എന്ന നിലക്കാണ്. ഇവിടുത്തെ അസ്ല് കയ്യിൽ തന്നെയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇസ്തിൽഹാറിൻ്റെ അർത്ഥം ആര് കൊടുത്തത്? ബുജൈരിമി അലൽ ഖതീബുൽ കൊടുത്തത്. ഖതീബു ശിർബീനി തങ്ങളുടെ ഇഖ്നാ ഉണ്ടല്ലോ, ഇഖ്നാ അൽ ഇഖ്നാ ഫി ഹല്ലി അൽഫാളി അബൂ ശുജാഇൻ്റെ മത്നുൽ ഗായത്തി വ തഖ്രീബിൻ്റെ ശർഹാണല്ലോ ഇഖ്നാ അല്ലേ, തുഹ്ഫത്തുൽ ഹബീബ് എൻ്റെ പേര് അല്ലേ, അല്ല അത് ഹാഷിയൻ്റെ പേര്. അതിൻ്റെ ഹാഷിയയിൽ ബുജൈരിമി, സുലൈമാനുൽ ബുജൈരിമി തങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ ഈ മാന. ഖുൽതു ഖദ് യുസ്തഷ്കൽ, ഇമാം നവവി തുടരുകയാണ്. ഖുൽതു, ഇമാം നവവി പറയാണ്, ഖദ് യുസ്തഷ്കലു ലബ്തു സാഇബിൽ അർത്താലി. സായിനെ റാത്തൽ കൊണ്ട് കണക്കാക്കൽ ഇഷ്കാലുണ്ടാവും. സായിനെ ചിലർ 5 റിത്തുലും സുലുസു റിത്തുലും എന്ന് പറഞ്ഞിട്ടുണ്ട്. റിത്തുൽ എന്ന് പറഞ്ഞാൽ വസ്നാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് സായിനെ റിത്തുൽ കൊണ്ട് കണക്കാക്കൽ? ഫഇന്ന സാഅൽ മുഖ്റജ ബിഹി ഫി സമാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിക്കിയാലും മഅറൂഫാണല്ലോ. റസൂലുള്ളാഹിൻ്റെ കാലത്ത് സാഅ് അതുകൊണ്ടാണ് ഇഖ്റാജ് ചെയ്യപ്പെട്ടത് തങ്ങളുടെ കാലത്ത്. അങ്ങനെയുള്ള സാഅ് അത് മിക്കിയാലല്ലേ, ഒരു പാത്രമല്ലേ. വയഖ്തലിഫു ഖദ്റുഹു, അതിൻ്റെ ഖദർ വസ്നിൽ വ്യത്യാസമാകുമല്ലോ. അത് തൂക്കി ആ പാത്രത്തിലുള്ള സാധനം തൂക്കിയാൽ വസ്നൻ വ്യത്യാസം വരുമല്ലോ. ബിഖ്തിലാഫി മാ യുളഉ ഫീഹി, അതിലെന്താ ഇടുന്നത് അതിനനുസരിച്ച് വ്യത്യാസം വരുമല്ലേ വസ്ന്. കദ്ദുറത്തി വൽ ഹിമ്മസി വഗൈരിഹിമ, ചോളം കടല അല്ലാത്തതെല്ലാം പോലെ പലതും ഇട്ടാൽ പല വെയിറ്റുണ്ട് വരിക. പാത്രം എന്ന് പറയാൻ ഒരു പാത്രം നിറഞ്ഞിട്ടുണ്ടാകും, തൂക്കം വ്യത്യാസമായിരിക്കും. ഫഇന്ന ഔസാന ഹദിഹി മുഖ്തലിഫത്തുൻ, ഇവകളുടെ എല്ലാം ഭാരങ്ങൾ വ്യത്യാസമാണ്. വഖദ് തകല്ലമ ജമാഅത്തും മിനൽ ഉലമാഇ ഫീ ഹദിഹിൽ മസ്അല, ഈ വിഷയത്തിൽ ഒരുപാട് ആൾ സംസാരിച്ചെങ്കിലും ഫഹ്സനുഹും ഫീഹാ കലാമൻ അൽ ഇമാം അബുൽ ഫറജ് ദാരിമി മിൻ അസ്ഹാബിനാ, നമ്മൾ അസ്ഹാബിൽപ്പെട്ട ആളാണ് ഇമാം ദാരിമി. നമ്മളെ സുനനുദ്ദാരിമീൻ്റെ മുസന്നിഫാണത്. ബഹുമാനപ്പെട്ടവരുടെ ഖബർ ഉസ്ബെക്കിസ്ഥാനിലെ സമർക്കന്ദിലാണ്. കഴിഞ്ഞ മാസം അള്ളാഹുവിൻ്റെ തൗഫീഖ് നമ്മൾ സിയാറത്ത് ചെയ്തതാണ്. ഒരു ഗംഭീരമായ ഒരു പള്ളി അവിടുത്തെ ദർഗേൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. ദർഗേൻ്റെ പണിയൊക്കെ പുതുക്കുന്നുണ്ട്. നല്ല 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 1-ാം നമ്പർ പള്ളിയാണ് വരുന്നത്. നല്ല സുന്ദരമായ രൂപത്തിൽ
സമർഖന്ദിൽ പോയാൽ സിയാറത്ത് ചെയ്യുക. നമ്മളൊരു സമർഖന്ത് ഉസ്ബെക്കിസ്ഥാൻ യാത്ര പെരുന്നാളിൻ്റെ പിറ്റേന്ന് നടത്തുന്നുണ്ട്. പരമാവധി എല്ലാവരും ശ്രമിപ്പിക്കുകയും ചെയ്ത് സഹകരിക്കുക. അപ്പോൾ ഇമാം ദാരിമി ആണ് ഏറ്റവും നല്ല കലാം ഈ വിഷയത്തിൽ നടത്തിയത് ആര് പറയാണ്? ഇമാം ദാരിമി ഫഖീഹുൻ ഷാഫിഈയും കൂടിയാണ്. ഫഇന്നഹു സന്നഫ ഫീഹാ മസ്അലതൻ മുസ്തഖില്ലതൻ വകാന കസീറൽ ഇഅ്തിനാഇ ബിതഹഖീഖി അംസാലി ഹാദിഹി. ഇതുപോലത്തെ വിഷയമൊക്കെ തഹരീർ ചെയ്യുന്നതിൽ സമർത്ഥനായ പണ്ഡിതവരണ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം ദാരിമി എന്ന് ഇമാം നവവി സാക്ഷ്യപ്പെടുത്തുകയാണ്. ومختصر كلامه أن الصواب أن الاعتماد في ذلك على الكيل دون الوزن. ഈ വിഷയത്തിൽ ഇഅ്തിമാദ് ചെയ്യേണ്ടത് കൈലിൻ്റെ മേലിലാണ്, വസ്നിൻ്റെ മേലല്ല. അവലംബിക്കേണ്ടത് കൈലിനെയാണ്, വസ്നിനെയല്ല. വഅന്നൽ വാജിബ, ഇവിടെ നിർബന്ധമാകുന്നത് ഇഖ്റാജു സാഇൻ മുഅയ്യരിൻ ബിസാഇൽ ലദി കാന യുഖ്റജു ബിഹി ഫീ സമനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൊടുക്കപ്പെടുന്ന സായിനോട് അളത്തത്തിലൊപ്പിച്ച സായാണ് കൊടുക്കേണ്ടത്, അതാണ് നിർബന്ധമാവുക. വദാലിക സാഉ മൗജൂദുൻ, അതിപ്പോൾ ലഭ്യമാണല്ലോ, അത് പറയുന്ന കാലത്ത്. വമല്ലം യജിദ്ഹു വജബ അലൈഹിൽ ഇസ്തിദ്ഹാറു, എന്നാൽ അത് കിട്ടുന്നില്ലെങ്കിൽ അവൻ ഇഹ്തിയാത്ത് പാലിക്കേണ്ടതാണ്. അങ്ങനെയും അർത്ഥം പലരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില ആശയക്കാരൊക്കെ ഇസ്തിദ്ഹാർ എന്നാണ് ഇഹ്തിയാത്ത്. ബിഅൻ യുഖ്റിജ, അവൻ ഇവിടുന്ന് ഇപ്പം അങ്ങനെയാണ് മനസ്സിലാകുന്ന അർത്ഥം. ബിഅൻ യുഖ്റിജ മാ യതയഖനു, അവൻ കൊടുക്കണം ഒന്നിനെ ഒരു ഖദർ കൊടുക്കണം. യതയഖനു, അവർക്ക് ഉറപ്പുണ്ട്. അന്നഹു ലാ യൻഖുസു അൻഹു, ഇത് കൈലൻ നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൊടുത്തിരുന്ന സായിൻ്റെ അളവിനേക്കാൾ ഇത് കുറയൂല എന്നുറപ്പിക്കുന്ന അത്രയും തൂക്കിയിട്ട് കൊടുത്തോളണം. വലാഹാദ, അപ്പം മനസ്സിലായല്ലോ. ഫത്തഖ്ദീറു ബി ഖംസത്തി അർത്താലിൻ വസുലുസിൻ, 5 സുലുസും റിത്ലാണ് ഒരു സായ എന്ന് പറയുന്നത്. തഖ്രീബുൻ, അതൊരു തഖ്രീബിൻ്റെ കലാമാണ്, തഹദീദിൻ്റെ കലാമല്ല. ഹദാ കലാമു ദാരിമി, മജ്മൂഇലാണ് പറഞ്ഞത്. വൽഇഅ്തിബാറു ബിൽ കൈലി, കൈല് കൊണ്ടാണ് പരിഗണന എന്നൊന്നും കൂടി പറയുന്നു. ഖാല റൂയാനിയു റഹിമഹുല്ലാ ലവിഹ്തറഖത് കുതുബു ശാഫിഈ ലഅംലൈതുഹാ മിൻ സദ്രി. ഇമാം ഷാഫിഈൻ്റെ കിതാബുകൾ മുഴുവനും കരിഞ്ഞു പോയാലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അതിങ്ങെടുക്കും എന്ന് പറഞ്ഞ ആളാണ് മൂപ്പര് ഇമാം റൂയാനി. ഇമാം റൂയാനി തങ്ങൾ അവരുടേതാണ് ബഹർ. അനിൽ അസ്ഹാബിനെ തൊട്ടുദ്ധരിക്കുന്നു. വൽഇഅ്തിബാറു ബിൽ കൈലി എന്ന് പറഞ്ഞപ്പം ഖാല റൂയാനി ബിമിക്യാലി അഹ്ലുൽ മദീന, അഹ്ലുൽ മദീനയുടെ മിക്യാൽ കൊണ്ടുള്ള കൈല്. എന്താ അങ്ങനെ പറയാൻ കാരണം? മിക്യാലുകൾ പല നാട്ടിലും ചില മാറ്റം ഉണ്ടെങ്കിൽ മുദ്ദ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുദ്ദ് ഇത്ര ചിലപ്പം കുറച്ച് വലിയ മുദ്ദ് ചെറു അങ്ങനെയൊക്കെ സാധ്യത ഉണ്ടല്ലോ. മദീനത്തെ മുദ്ദ് ഐലിൽ ഖബറിൽ ആത്തി അവ്വല സകാത്തിൻ നഖദി, അത് ആ കിതാബിൽ അങ്ങനെ പറഞ്ഞതാ. അവ്വലു സകാത്തിൻ നഖദിൽ വരുന്നൊരു ഹദീസിൻ്റെ മിക്യാലു അഹ്ലുൽ മദീന അൽ വസ്നു വസ്നു മക്ക എന്ന് പറയുന്ന ഒരാശയുള്ള ഹദീസായിരിക്കാം. വഇന്നമാ ഖുദ്ദിറ ബിൽ വസ്നി ഇസ്തിദ്ഹാറൻ, വസ്ന് കൊണ്ട് കണക്കാക്കിയവരെല്ലാം കണക്കാക്കിയത് അവിടെയൊക്കെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇസ്തിദ്ഹാറിന് വേണ്ടിയാണ്, അല്ലാതെ അത് അസ്ലൻ ആയിട്ട് അല്ല. നമുക്ക് ഇസ്തീഫ അല്ല ജമീഅൽ മഖാദീർ ശർഇയ്യ അല്ലെങ്കിൽ ഇഹ്തിയാത്തിന് വേണ്ടിയാണ്. എല്ലാ ഷർത്തുകളും ഒത്തു കഴിഞ്ഞാൽ റെഡി എന്നല്ലേ എന്നൊരു ഇഹ്തിയാത്തിന് വേണ്ടി വസ്നൻ കൂടി അങ്ങ് നോക്കാൻ വേണ്ടിയാണ്. വൽമുഅ്തബറു ഫീഹി, ഇവിടെ ഇഅ്തിബാർ ചെയ്യപ്പെടുന്നത് മിൻ കുല്ലി നൗഇൻ, വസ്നിൻ്റെ അടുത്ത് ഏത് എടുത്തിട്ടാണ് വസ്നാക്കി വസ്ന് കൊണ്ട് തീരുമാനിക്കേണ്ടത്? അത് അൽ വസത്തു, മധ്യ നിലവാരത്തിലുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും വീറ്റുള്ളത് ഏറ്റവും വീറ്റില്ലാത്തതും അല്ല, പിന്നെ മധ്യനിലയുള്ളത്. വഖൗലുഹു വൽ മുഅ്തബറു ഫീഹി, അവിടെ പറഞ്ഞല്ലോ വൽ മുഅ്തബറു ഫീഹി മിൻ കുല്ലി നൗഇൻ അൽ വസത്തു എന്ന് പറഞ്ഞ കലാം ഐ ഫിൽ വസ്നി മിൻ കുല്ലി നൗഇൻ, എല്ലാ നൗഇൽ നിന്നുമുള്ള വസ്നിൽ മധ്യമ സ്വഭാവമുള്ളത്, കൂടുതൽ വെയിറ്റ് ഉള്ളതല്ല.
അൽ വസത്തു വസത്താണ്. ഐ ഫഇന്നഹു യസ്തമിലു അൽ ഖഫീഫി വറസീൻ. റസീൻ എന്ന് പറഞ്ഞാൽ സഖീൽ എന്നർത്ഥം. ഖഫീഫും സഖീലുമെല്ലാം ധാന്യങ്ങളിലുണ്ടാകുമല്ലോ. എന്നാൽ വസത്തിനെയാണ് നോക്കേണ്ടത്. അപ്പോഴാണ് നമ്മളെ മിക്കിയാലും വസനും തമ്മിലുള്ള അളവ് തോത് ശരിയായി കിട്ടുന്നത്. കൂടുതൽ വെയിറ്റ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് വേഗം റെഡിയായി കിട്ടും. പറഞ്ഞ വെയിറ്റായി എന്ന് പറഞ്ഞേക്കും, പക്ഷേ കയ്യിൽ സാധനം ഫില്ലാകൂല. കുറഞ്ഞ വെയിറ്റ് ഉള്ളതെടുത്താൽ കുറേ സാധനം ഇട്ടാൽ മാത്രമേ വെയിറ്റ് തികയുകയുള്ളൂ. കാരണം ഇതിന് വെയിറ്റ് ലെസ് ആണല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഈ ദാതാവിൻ്റെ നൽകുന്നയാളുടെ കുറേ ധാന്യം നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ നിങ്ങൾ നിർബന്ധിക്കേണ്ടി വരും. കാരണം പാത്രം പെട്ടെന്ന് നിറയും. പിന്നെയും വസിനൊത്തിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെയും അയാളോട് അതിലിടാൻ പറയും, നിങ്ങളോട് തൂക്കാൻ പറയും. അപ്പോൾ പിന്നെ അയാൾക്ക് നഷ്ടമാണ്. മുഗ്നി നിഹായ. അപ്പോൾ വസത്താണ് പരിഗണിക്കേണ്ടത്. വസത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പറഞ്ഞ തൂക്കം ഇപ്പറഞ്ഞ കയ്യിൽ ഉണ്ടാകും. ഖാലൽ ഖുർദിയു മസലൻ നൗഉൽ ഹിന്ദത്തി ബഅദുഹു ഫീ ഗായത്തി സിഖല. ചില ഗോതമ്പുണ്ടല്ലോ അതിൻ്റെ മണി നല്ല വെയിറ്റാണ്. വബഅദുഹു ഫീ ഗായത്തിൽ ഖിഫ, അങ്ങേയറ്റം വെയിറ്റ് ഇല്ലായ്മയിലാണ്. വബഅദുഹു മുതവസ്സിതും ആണ്, ചിലത് അങ്ങനെയുമാണ്, മീഡിയം ലെവൽ. വൽ മുഅ്തബറു ഫിൽ വസ്നി, തൂക്കുന്നിടത്ത് പരിഗണിക്കപ്പെടുന്നത് ഹുവൽ മുതവസ്സിതു. ഇതുപോലെ തന്നെയാണ് ബാർലിയുടെയും അല്ലാത്തതിൻ്റെയും അവസ്ഥ. ചിലത് നല്ല ഭാരമുണ്ടാകും, ചിലത് ഭാരമില്ല, അങ്ങേയറ്റം ഭാരമില്ലാത്തതായിരിക്കും, ചിലത് മുതവസ്സിത്തായിരിക്കും. ഖാലൽ ഇമാമുൽ ഖതീബ് ശിർബീനി വല്ലസുലു ഫീഹി അൽ കൈലു വഇന്നമാ ഖുദ്ദിറ ബിൽ വസ്നി ഇസ്തിൽഹാറൻ. മുദ്ദിൽ അല്ലെങ്കിൽ സായില് എന്താ മഖബൽ പറഞ്ഞാൽ അത് നമുക്കെല്ലാം കണക്ക് തന്നെ അവസരയിൽ. സായിലുള്ള അസ്ല് കൈലാണ്. വഇന്നമാ ഖുദ്ദിറ ബിൽ വസ്നി ഇസ്തിൽഹാറാ, ഇവിടെ ഇസ്തിൽഹാറിന് വേണ്ടി മാത്രമാണ് വസ്ന് കൊണ്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇഹ്തിയാത്തിന് വേണ്ടിയാണ്. അസ്ല് നോക്കേണ്ടത് കയ്യിലാണ്. അപ്പോൾ കയ്യിലൊത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വസ്നെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ഈ പറഞ്ഞ വസത്ത് ഉപയോഗിക്കുകയെല്ലാം ചെയ്തിട്ട് നിങ്ങൾ കയ്യിൽ ആക്കി പിന്നെ നോക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഒരു റാഹത്തിന് വേണ്ടി. അപ്പോൾ പറഞ്ഞ എല്ലാ നിലക്കും റെഡി ആയിട്ടുണ്ട്, നമ്മൾ സംഗതി ഓക്കെ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി റാഹത്ത് അസ്ല് കയ്യിൽ തന്നെയാണ്. വല്ലിബ്റത്തു ബിസ്സഅഇൻ നബവി ഇൻ വുജിദ, പരിഗണിക്കപ്പെടുന്നത് സ്വാഉൻ നബവി ആകുന്നു, അത് ലഭ്യമാണ് എങ്കിൽ. ഔ ബിമിഅയാരിഹി, അല്ലെങ്കിൽ അതിൻ്റെ മിഅയാർ കൊണ്ടാണ്, അതിനോടൊത്ത് കിട്ടുന്നതൊന്നുകൊണ്ടാണ്. ഫൈൻ ഫുഖിദ, എന്നാൽ അത് ലഭ്യമല്ലെങ്കിൽ അഖ്റജ ഖദറൻ യതയഖനു അന്നഹു ലാ യൻഖുസു അനി സ്വാഇനേക്കാൾ ചുരുങ്ങൂല എന്ന് ഉറപ്പാകുന്ന ഖദർവൻ കൊടുത്തിരിക്കണം. അപ്പോൾ സാഗ് കൊടുക്കലാണല്ലോ. അപ്പോൾ സാഗ് തന്നെയാണ് നമ്മൾ ഇറച്ച വല്ല സുൽഫിഹി എന്ന് പറഞ്ഞത്. വഫി തുഹ്ഫത്തി ലാകിൻ ഇസ്തസ്കല ഫി റൗളത്തി ലബ്തഹു ബിൽ അർത്താലി, സായിനെ റിത്തുലുകൾ കൊണ്ട് കണക്കാക്കിയത്, ലബ്ത്ത് ചെയ്തതിനെ റൗളയിൽ ഇസ്കാലാക്കിയിട്ടുണ്ട്. ബി അന്നഹു യഖ്തലിഫു ഖദറുഹു വസ്നൻ ബിഖ്തിലാഫിൽ ഹുബൂബ്. എങ്ങനെയാണ്? ബി അന്നഹു ഇഷ്കാല് ആക്കിയിട്ടുണ്ട് റൗളയിൽ. നമ്മളിപ്പം പറഞ്ഞ ഭാരത്ത് റൗള തന്നെ നമ്മൾ വായിച്ചല്ലോ അല്ലേ? റൗളേൻ്റെ ഭാരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? അല്ല മജ്മൂ എന്ന് പറഞ്ഞല്ലോ. ഇനി പറയാണ് റൗളയിൽ ഇസ്കാലാക്കിയിട്ടുണ്ട് സ്വായിനെ റിത്തുൽ കൊണ്ട് ലബ്ത്താക്കിയതിനെ. ബി അന്നഹു യഖ്തലിഫു ഖദറുഹു വസ്നൻ, അതിൻ്റെ ഖദർ വ്യത്യാസപ്പെടുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് അങ്ങനെ കണക്കാക്കിയത്? അതിൻ്റെ ഖദർ വ്യത്യാസപ്പെടൂലേ സാധനങ്ങൾ? അങ്ങനെ ഇഷ്കാലാക്കി. സുമ്മ സവാബ, എന്നിട്ട് റൗള തുടർന്നിട്ട് തസ്വീബ് ചെയ്തിട്ടുണ്ട്. സവാബ ഏതാന്ന് പറഞ്ഞിട്ടുണ്ട് ഖൗല ദാരിമിയെ. നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഖൗല ദാരിമി മജ്മൂഇൽ നേരത്തെ വായിച്ചതാണ്. മജ്മൂഉം റൗളയും രണ്ട് മാനവിൻ്റെ ആണല്ലോ. സുമ്മ സവ്വബ ഖൗല ദാരിമി അൽ ഇഅ്തിമാദു അലൽ കൈലി ബിസ്സാഇൻ നബവി ദൂനൽ വസ്നി ഖാല ഫഇൻ ഫുഖിദ, ഇനി സായ കിട്ടുന്നില്ലെങ്കിലോ സായ നബവി അഖ്റജ ഖദറൻ യതയഖനു അന്നഹു ലാ യൻഖുസു അൻഹു, ആ സായനേക്കാൾ കുറയില്ല എന്നുള്ള അത്ര ഖദർ തൂക്കിയിട്ട് കൊടുത്തേക്കട്ടെ. വല ഹാദാ ഫത്തഖദീറു ബിൽ വസ്നി തഖരീബൻ,
ഞാൻ പിന്നെ ഖത്തീബ് തങ്ങളെയും പിന്നെ തങ്ങളെയും ഒക്കെ ഒന്ന് പറഞ്ഞു തന്നതാണ്, എല്ലാത്തിലുണ്ട് എന്ന് കാണിച്ചു തരാണ്. ഖാല ശർബീനി വഇന്നമായകൂനു വസ്നുൽ ഉസുഖി മാ ദുകിറഹ, വസഖിൻ്റെ വസ്ന്, അത് വസഖിനെ കുറിച്ച് നബാത്തിൻ്റെ സക്കാത്ത് പറയുന്നിടത്ത് വസഖ് പറയാറുള്ളത്, അതിൻ്റെ വസ്ന് ഇത്രയാണെന്ന് ആകല് ഇദാ കാനത്തിൽ ഹുബൂബുൽ മക്കീലത്തു ബിൽ മുദ്ദി വസ്സാഇ, മുദ്ദുകൊണ്ടും സാവ് കൊണ്ടും അളക്കപ്പെട്ട ധാന്യങ്ങൾ ആണെങ്കിലാണ് നഖിയത്തൻ മുതവസ്സിത്തൻ 5 വസഖ് നമ്മൾ പറയലല്ലേ. അപ്പോൾ വസ്നുൽ ഔസുഖ് മാതുക്കറയാകൽ, അപ്പോൾ അതിൻ്റെ പിന്നെ വസ്ൻ ഇത്ര എന്ന് പറഞ്ഞത് അത് നഖിയത്തൻ ആണെങ്കിലാണ്, ഖിശ്റിനെ തൊട്ടൊക്കെ നഖിയത്താണെങ്കിലാണ്, മുതവസ്സിത്തൻ ഫി വസ്നിഹ, ആ നൗഇൽ അത് മുതവസ്സിത്തായ ഇത് ആണെങ്കിലുമാണ്. എന്നൊക്കെ മുതവസ്സിത്ത് ഖിഫത്തൻ വറസാനതൻ, ഭാരമില്ലായ്മ ഈ വിഷയത്തിൽ മുതവസ്സിത്ത് ആണെങ്കിലാണ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഭാരവും മിക്കിയാലും ഒപ്പിച്ചിട്ട് പറഞ്ഞത് കലാം റെഡി ആവുള്ളൂ. നിങ്ങൾ വളരെ ഭാരമുള്ളത് തൂക്കിയാൽ അല്ലെങ്കിൽ ഭാരം തീരെ കുറഞ്ഞത് തൂക്കിയിട്ട് പിന്നെ ആണ് നിങ്ങൾ പറഞ്ഞ ഭാരം ചെയ്യുന്നത് എങ്കിൽ തെറ്റിപ്പോകും. കാരണം നമ്മൾ പറഞ്ഞ ഭാരം ഇത്ര അളവിലുള്ള സാധനത്തിൻ്റെ ഭാരം ഇത്രയാണെന്ന് ഫുഖഹാ നമ്മൾ പറഞ്ഞത് ഏത് ധാന്യം എടുത്തിട്ട് ഉള്ളതാണ്, മധ്യ സ്വഭാവമുള്ള എടുത്തിട്ടാണ്. കൂടുതൽ ഭാരമുള്ള എടുത്തിട്ട് നിങ്ങൾ നോക്കിയിട്ട് നമ്മളെ കുളം വരണ്ട, കുറഞ്ഞ ഭാരമുള്ള എടുത്തിട്ട് നിങ്ങൾ എന്താ ഇത്ര തോന കൊടുക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചും വരണ്ട, പാട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറേ കൊടുക്കാൻ പറഞ്ഞല്ലോ എന്ന് ചോദിച്ച് വരണ്ട. കാരണം നമ്മൾ പറഞ്ഞത് മധ്യമ സ്വഭാവമുള്ളതാണെങ്കിൽ ആ പാട്ടയെ കൊള്ളുന്ന സാധനം എന്ന് പറഞ്ഞത് ഇത്ര തൂക്കമാണ്, 128 അല്ലെങ്കിൽ 510 ഗ്രാം എന്ന് പറയുന്ന നമ്മൾ എന്നാൽ പറഞ്ഞില്ല റിത്തുൽ വസുലുസുഹു എന്ന്, അല്ലെ ഹംസത്തു അർത്താലിൻ വസുലുസ് റിത്തുൽ എന്ന സായനെ കുറിച്ച് നമ്മൾ ഭാരം അത്രയാണെന്ന് പറഞ്ഞത്. റിത്തുൽ എന്ന് പറഞ്ഞാൽ ഭാരം എന്നറിയാലോ, 5 റാത്തലും സുലുസ് റിത്തുലുമാണ് നിങ്ങൾ സായ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത്, അത്ര ഭാരമാണ് എന്ന് നമ്മൾ പറഞ്ഞത് മുതവസ്സിത്ത് തൂക്കിയാലാണ് കേട്ടോ. നിങ്ങൾ അധികം ഭാരമുള്ള തൂക്കിയാൽ നിങ്ങൾ സായ കൊടുക്കാത്ത ആളാവേ, നിങ്ങൾ തീരെ ഭാരമില്ലാത്ത ഇത്ര തൂക്കം കൊടുത്താൽ നിങ്ങൾ കുറേ ഏറെ കൊടുത്ത ആളാവേ എന്നൊക്കെയാണ് ഫുഖഹാഇൻ്റെ ഭാഷ്യം. وإنما يكون وزن اللوسق ما ذكر إذا كانت الحبوب المكيلة بالمد والصاع, മുദ്ദ് സാഴ് കൊണ്ട് അളക്കപ്പെട്ട ധാന്യങ്ങൾ നഖിയത്തൻ മുതവസ്സിത്തൻ ഫി നൗഇഹ, ആ ധാന്യത്തിൻ്റെ ഇനത്തിലെ മുതവസ്സിത്താണെങ്കിലാണ്, ഖിഫത്തൻ വറസാനതൻ മുതവസ്സിത്താണെങ്കിലാണ്. കമാ ഖാലഹു ശൈഖുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടത്. പിന്നെ ധാന്യത്തിൻ്റെ മണി വലുതാകുക ചെറുതാകുക അതൊന്നും വിഷയമല്ല. സവാഉൻ സഗീറുൽ ഹജ്മി വകബീറുഹു ലിത്തിഹാദി മിസാഹത്തിൽ മിക്യാലി ഫീഹിമ, ചെറുതും വലുതായാലും എന്താ അപ്പം പാത്രത്തിൽ കൊള്ളുന്ന കണക്ക് എന്ന് പറഞ്ഞാൽ അതിലൊന്നും മാറ്റം വരാല്ല. പിന്നെ ഫഇല്ലം തകുനിൽ ഹുബൂബു കദാലിക, നമ്മൾ പറഞ്ഞതുപോലെ നഖിയത്തുൻ മുതവസ്സിത്തത്തുൻ ഫിന്നൗഇ ഖിഫത്തൻ വറസാനതൻ, അല്ലെങ്കിലോ നമ്മൾ പറഞ്ഞത് തെറ്റും. ഖാലഫ വസ്നുഹാ മാ ദുക്കിറ, അവകളുടെ വസന് നമ്മൾ പറഞ്ഞ വസനാകുന്ന 5 സുലുസ് എന്ന് പറഞ്ഞതുമായിട്ട് തെറ്റിപ്പോകും. നമ്മൾ ഇപ്പറഞ്ഞ രൂപത്തിലുള്ള മുതവസ്സിത്തത്തുൻ ഫിൽ വസ്നിനെ ഈ പാത്രത്തിൽ അളന്നാൽ ഉള്ള തൂക്കമാണ് നമ്മൾ ഖംസത്തുർത്താലിൻ വസുലുസുരത്തിൽ എന്ന് പറഞ്ഞത്. നിങ്ങൾ ഭാരം തോനുള്ള തൂക്കിയാൽ അതിലേക്കാളേറെ ഭാരം വരും. അളന്നാൽ ഭാരം തീരെ കുറഞ്ഞ നിങ്ങൾ അളന്നാൽ നമ്മൾ പറഞ്ഞത്ര ഭാരമിട്ട് വരികയും ചെയ്യൂല. ഖാലഫ വസ്നുഹാ മാ ദുക്കിറ, പിന്നെന്ത് ചെയ്യേണ്ടി വരും? പിന്നെ വസ്ന കൊണ്ട് കണക്കാക്കാനാവില്ല. വസാറൽ മർജിഉ ഹുവൽ കൈലു ശർഇയ്യു, പിന്നെ കൈലുൻ ശർഇ തന്നെയാണ് അവലംബം, പുറത്തേക്ക് മടങ്ങേണ്ടി വരും. ലഅന്നഹുൽ മിഅയാറു ഫിൽ ഹുബൂബ്, കാരണം ഹബ്ബുകളിൽ അതല്ലേ മിഅയാർ, കൈലൻ കൊടുക്കണമെന്നല്ലേ മത്ലൂബായത്. വസ്നുഹാ, ഹബ്ബുകളെ തൂക്കലാകുന്നത് ഇന്നമാ ഹുവൽ ഇസ്തിൽഹാരി ഇൻദ തവഫുരി ശുറൂത്തി, എല്ലാ ഷർത്തും ഒത്തേടത്ത് പൂർത്തിയായി വന്നയിടത്ത് ഒരു ഇസ്തിൽഹാറിന് വേണ്ടിയുള്ള പരിപാടിയാണ്, ഒരു ഇഹ്തിയാത്തൻ ചെയ്യുന്ന പരിപാടിയാണത്. ഈ പറഞ്ഞ നഖിയത്തായ മധ്യഭാരത്തിലുള്ളതൊക്കെ ആട് എങ്കിൽ ഈ പാത്രത്തിലിട്ടാൽ അപ്പം ഈ പാത്രവും കൂടി റെഡി ആയിട്ടുണ്ടെന്ന് ഒന്നും കൂടി നിങ്ങൾക്ക് ഉറപ്പിക്കാം. പാത്രമെല്ലാം ചിലപ്പോൾ ഇങ്ങനെ വന്നതായിരിക്കൂലേ, അപ്പം നിങ്ങൾ ഇതും അതും കൂടി ടച്ച് ചെയ്യുന്ന അവസരത്തിൽ അപ്പോൾ റെഡിയായി. നമ്മൾ ഇന്നലെ കണ്ടില്ലേ സുലൈമാൻ ബഹുമാനപ്പെട്ടൊക്കെ ഉസ്താദുൽ ഇതിനല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവരുടേത് 510 നമ്മൾ ഫുഖഹാ പറഞ്ഞനുസരിച്ച് നമുക്ക് ദിർഹമിൻ്റെ വസനിലൂടെ പറഞ്ഞത് കിട്ടി 505. ചെറിയൊരു വേരിയേഷൻ അല്ല, 5 ഗ്രാം അല്ലേ. അപ്പം എത്ര പോലും കൃത്യമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. വളരെ സന്തോഷകരമാണത്. അളന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ. ഞാൻ ഇന്നലെ ഇവിടെ തൂക്കിയത് എന്താണ്,
പിന്നെ പൊന്നിയരിയായിരുന്നാണ് തൂക്കിയത്. ആ മോൻ്റെ പിന്നെ ഉസ്താദിൻ്റെ മോൻ്റെ ഇടുന്നത് കൈപ്പറ്റിയിട്ട് താഴെ കടയിൽ പോയിട്ട് തൂക്കിയതാണ് ഒതുക്കുങ്ങൽ അബ്ദുൽ ഹമീദ് ഹസനി അവരുടെ ഓർമോൻ. അപ്പം അത്രയും ഓർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഉപ്പ പറഞ്ഞിട്ടുണ്ട്, എന്ത് ശേഖന പറഞ്ഞിട്ടുണ്ട്, മുദ്ദ് ആകണമെങ്കിൽ ഇതിൻ്റെ സംഗതി ഫില്ല് ചെയ്തിട്ട് വടിച്ചിട്ടുള്ളതാണ്, ആ പാത്രത്തിൽ വടിച്ചെടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഉപ്പ ശേഖന കൊടുക്കാറുള്ളത് പിന്നെ അതങ്ങ് ഇട്ടിട്ട് അതിനങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ കൂമ്പാരായിട്ടുള്ള, അതടക്കാ കൊടുക്കൽ, അതങ്ങ് കൊടുക്കുന്നതാണ്. മുദ്ദ് ആകണമെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ വടിച്ചാൽ തന്നെ മുദ്ദായിട്ടുണ്ട് എന്നും പറയാറുണ്ട്. ഞാൻ അങ്ങനെയാണ് തൂക്കിയത്. മേലേന്ന് ഒരു പെന്നോ എന്തോ എൻ്റെ കയ്യിലുള്ള സാധനം എടുത്തിട്ട് ഒന്നിങ്ങനെ വടിച്ച് കളി. അധികം അമർത്തി വടിക്കാനും പോയിട്ടില്ല, ഒന്നങ്ങ് തട്ടിക്കളി. ഇങ്ങനെ നിൽക്കുന്ന ഭാഗം അരി അതിൽ ഫില്ല് ചെയ്തു, നിൽക്കുന്ന ഭാഗം ഇങ്ങനെ ഒഴിവാക്കി എന്നിട്ട് പോയിട്ട് തൂക്കിയതാണ്. അപ്പോൾ അത് മേലെ ഇട്ടാലോ 5 കൂടുക, 5 കൂടുതൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയ ഉയർന്നു നിൽക്കുന്ന മുത്തിൻ്റെ മേലെ ഉയർന്നു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 5 ഗ്രാമിലെല്ലാം എത്ര വേറെ ഉണ്ടാവും. അപ്പോൾ 510 വേറെ ഒപ്പർ കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലായല്ലേ? വളരെ കൃത്യമാണ്. പിന്നെ ഇനി പറയാണ് കാല ഐവൻ, ആര് പറഞ്ഞു? ഷിർബീനി. ഇത് ഏത് ഷിർബീനാണെന്നറിയ നിങ്ങൾ? നമ്മൾ അബ്ദുറഹ്മാൻ ഷിർബീനിയാണേ ഈ പറഞ്ഞ ഷിർബീനി. ആളെ നോക്കണം. ഹാഷിയത്തു ഷിർബീനി അലൽ ഖുററിൽ ബഹിയ, അത് അബ്ദുറഹ്മാൻ ഷിർബീനിയാണ്. പിൽക്കാലക്കാരനായ ഒരാളാണ്. നമ്മളെ ബന്നാനീൻ്റെ ഒക്കെ തഖരീർ എഴുതിയ ആൾ. വഖാല ഐളൻ ഖൗലുഹു ഇഅ്തിബാറുൽ കൈലി ലൽ വസ്നി. അതെ, എത്തിമാറുൽ കൈലിൽ വസിനി എന്ന് പറഞ്ഞ ഒരു കൗല് എടുത്തിട്ട് മൂപ്പർ ചർച്ച ചെയ്യുകയാണ്. കൈലിനെ പരിഗണിക്കേണ്ട വസിനല്ല എന്ന് പറഞ്ഞ സമാന ചർച്ചയിൽ ഒരു കൗലുഹു എടുത്തിട്ട് ഹാഷിയക്കാരൻ പറയാണ്, ഐ ഇൻ ഉലിമൽ മിക്കിയാലു ശർഇയ്യു, ശർഈ കൈൽ അറിയാണെങ്കിൽ കൈൽ തന്നെയാണ് നോക്കേണ്ടത്. ഫൈൻ ജുഹുല, കൈൽ അറിഞ്ഞുകൂടാത്തടത്ത് എന്ത് ചെയ്യും? ഉസ്തുഖ്റിജ ബിൽ വസ്നി മിനൽ ഖർദലിൽ ബർരി, അതൊരു ഹബ്ബാണ്, അതിൽ നിന്ന് ഖർദലും ബർരിയിൽ നിന്ന് വസ്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഹുബൂബുൻ അവിൽ ഹുബൂബി, അല്ല മറ്റ് ഹബ്ബുകളിൽ നിന്ന് കൊടുക്കണം. അൽ മുതവസ്സിത്തത്തി ഫീ നൗഇഹ, ആ ഹബ്ബിൽ അത് ആ ഹബ്ബിൻ്റെ ഇനത്തിൽ അത് മുതവസ്സിത്തായ. വമിൻഹൽ അദസ്, അതിൽപ്പെട്ട ഒന്നാണല്ലോ അദസ്. കമാ ഖാലഹുൽ ബന്ദനീജി ഫയൂസനു മിൻ ദാലിക, പയർ അല്ലേ അദസ്. ഫയൂസനു മിൻ ദാലിക, അപ്പോൾ ആ മുതവസ്സിത്തും ഫിൻ നൗഇ ആയ ഹബ്ബിൽ നിന്ന് തൂക്കപ്പെടണം. മിഖ്ദാറുൽ മുദ്ദി സാബിഖി, നേരത്തെ നമ്മൾ പറഞ്ഞ മുദ്ദിൻ്റെ മിഖ്ദാർ അത്രയാണ്. ബഹുവരിത്തുൽ വസുലുസുൻ വസനൻ മിഖ്ദാർ, അതിനെന്താക്കണം? നമ്മൾ തൂക്കി കൊടുക്കണം. മിക്കിയാൽ ലഭ്യമല്ല എങ്കിൽ എന്നാണ് ഇപ്പോൾ ഷിർബീനി പറഞ്ഞത്. പിന്നെ നമ്മൾ പറയുകയാണ് അറഫ്ന, നമ്മൾ അറിഞ്ഞു, അന്ന ഫഹ്മുൽ മക്കായിലി ബി വസാത്തത്തി ഫഹ്മുൽ ഔസാൻ, ഔസാന് മനസ്സിലാക്കുന്നതിലൂടെയാണ് നമ്മൾ കൈലിലേക്ക് എത്തിച്ചേരുക എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ മനസ്സിലാക്കിയില്ലേ? വസ്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വസ്നിനെ മുന്തിച്ചെന്നൊക്കെ നമ്മൾ ആദ്യ ഭാഗം പറഞ്ഞല്ലോ. ഫൈനൽ ഫുഖഹാ അശ്ശാഫിഇയ്യത ബയ്യനൂ അൽ മുദ്ദല്ലദീ തകററ ഫിൽ അബ്വാബിൽ ഫിഖ്ഹിയ്യതി, ഫിഖ്ഹി ബാബുകളിൽ ആവർത്തിച്ചു വരുന്ന മുദ്ദിനോൽ ബയാൻ ചെയ്തത് ബിഅന്നഹു റിതുലുൻ വസുലുസുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മനസ്സിലായില്ലേ? കയ്യിൽ മനസ്സിലാക്കണമെങ്കിൽ വസ്ന് മനസ്സിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സുമ്മ ബയ്യനുരി തുല, ഇത് ആവർത്തനാണ്. ശരിക്കും ഒന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞേ ഉള്ളൂ. സുമ്മ ബയ്യനുരി തുലാബി അന്നഹു മിയത്തുൻ വഇശ്റൂന ദിർഹമൻ വഅർബഅതു അസ്മാഇ ദിർഹമിൻ അലമാ റജഹൻ നബവി റഹിമഹുല്ലാഹ്. ഒരു പറഞ്ഞനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ കണക്കാക്കിയത്. ഖാലാല അന്നൽ സഹന്ന റിതുൽ ബഗ്ദാദ മിയത്തുൻ വസമാനിയത്തുൻ വഇശ്റൂന ദിർഹമൻ വഅർബഅതു അസ്മാഇ ദിർഹമിൻ വഖീല ബിലാ അസ്ബഅിൻ വഖീല സലാസുന വസലാസുന 130 കൂടിയാണ്. വല്ലാഹു അലം. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഒന്നുകൂടി ഇവിടെ എന്താണ് ഈ സ്ഥലം വന്നപ്പോൾ ഒന്ന് ആവർത്തിച്ചേ ഉള്ളൂ. ഔ ബി അന്നഹു തിസ്ഊന മിസ്ഖാലൻ, അല്ലെങ്കിൽ അത് മിസ്ഖാല് എന്നതുകൊണ്ടാണ്. സുമ്മ ബയ്യനുരി തുല ബി അന്നഹു, ആദ്യത്തെ വരിൻ്റെ അതിൻ്റെ ലത്ഫ്. ഔ ബി അന്നഹു തിസ്ഊന മിസ്ഖാലൻ, അല്ലെങ്കിൽ റിത്തുലിനോൽ ബയാൻ ചെയ്തു 90 മിസ്ഖാലാണെന്ന്. മിസ്ഖാല് 4 കാലാന്ന് അറിയാലോ. അപ്പോൾ 90 4 360, 36 90 കാല്. 90 കാല് എന്ന് പറഞ്ഞാൽ 90ൻ്റെ പകുതി 45, 45ൻ്റെ പകുതി 22, 362 382 റെഡി. ഫരിത്തുലു അല റാജിഹി 382 ഗ്രാമാണ്. അപ്പോൾ അത് ഗുണിച്ചെടുത്ത രൂപ 128.574 എന്ന് പറഞ്ഞാൽ എന്താണത്? അർബഅത്തു അസ്ബാഅ് എന്നാണ്. 4 ഹരിക്കണം 7 എന്നാണ് പറഞ്ഞത്. 0.574 എന്ന് പറഞ്ഞാൽ അപ്പോൾ 128ഉം അർബഅത്തു അസ്ബാഅുമായി. ഇനി അതിനെ നമ്മൾ ഗ്രാം വൽക്കരിക്കുകയാണ്. ഒരു അത്ര 128 ദിർഹമിനെ നമ്മൾ ഗ്രാം വൽക്കരിക്കുമ്പോൾ ഒരു ദിർഹമിൻ്റെ ഗ്രാം 2.975 ആണല്ലോ. അത് ഗുണിച്ചാൽ 382 കിട്ടി. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മിസ്കാൽ വഴി പോവുകയാണെങ്കിൽ 90 മിസ്കാൽ. മിസ്കാൽ 4 കാലാണ് 382.
വഇദാ അളഫ്നാ ഇലൈഹി സുലുസഹു റിതുലുൻ വസുലുസുഹു വേണ്ടേ മുദ്ദാവാൻ. അപ്പോൾ റിതുലിൻ്റെ സുലുസ് എടുക്ക്. അപ്പം 382 ഹരിക്കണം 3, ബഹുവ 127 അപ്പോൾ യകൂനുൽ മുദ്ദു 127 382 കൂട്ടിയാൽ 510 ആകും. അപ്പോൾ ഇത് മനസ്സിലായി. ഫഅയ്യു ഹബ്ബിൻ വസത്തിൻ മിനൽ ഹുബൂബ്. അപ്പോൾ ഹബ്ബുകളിൽ നിന്ന് വസത്തായ ഏത് ധാന്യം എടുത്താലും വസ്നുഹു 510 ഗ്രാമാണ് എങ്കിൽ യുസാവിൽ കൈലൽ മുസമ്മ അൽ മുദ്ദ, മുദ്ദെന്ന് പേരുള്ള കൈലുമായി ഒത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ 510 ഗ്രാം മധ്യനിലവാരമുള്ള ധാന്യം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു പാട്ടയിലിട്ടിട്ട് എവിടെത്തുന്നുവോ അതാണ് മുദ്ദിൻ്റെ അളവ്. വസയതി ബയാനുഹു ഫഇന്നഹു മുഹിം. അതിൻ്റെ ബയാൻ ഒന്നും കൂടി വരുന്നുണ്ട്, അത് മുഖ്യമാണ് കേട്ടോ. അപ്പോൾ 127 പ്ലസ് 382 സമം 510 എന്ന് കാണിച്ചു തന്നതാണ്. വസ്സാഉ അർബഅത്തു അംദാദിൻ. സാഉ എന്ന് പറഞ്ഞാൽ 4 മുദ്ദ എന്നറിയാലോ. ഫവസ്നുഹു ബിന്നിളാമിൽ മിത്രി 2040 ആണെന്നല്ലോ. കാരണം 510 മുദ്ദ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 4 സമം 2040 ആണല്ലോ. ആണ്. ബാക്കി നാളെ ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.